Hey guys, welcome to Rule Your Life. ഈ വീഡിയോയിൽ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന 7 സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ഇനിയും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു മില്യണയറിന്റെ ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ അതേപോലെ പകർത്താൻ നോക്കിയാൽ ഒരിക്കലും നിങ്ങൾക്കൊരു മില്യണയർ ആവാൻ സാധിക്കില്ല. വിജയം ഒരിക്കലും ഒരേപോലെ ആവില്ല. ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ കുറച്ച് വർഷങ്ങളെടുത്ത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ തേടിയെത്തും. ഡെയിലി റുട്ടീനിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തുടർന്നും ചെയ്യുക. ഇനി നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ട് ഇതേപോലെ ചെയ്താൽ ഉടനെ തന്നെ വിജയം ലഭിക്കുമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധ്യമല്ല. ഇനി പറയാൻ പോകുന്ന മിസ്റ്റേക്സ് ലൈഫിൽ റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് സക്സസ് ആവാം. നമ്പർ 1, ബീയിങ് എ നൈസ് ഗായ്. നമ്മൾ എപ്പോഴും നല്ലവനായിരിക്കരുത്. ആവശ്യത്തിന് മാത്രം നല്ലവനായിരുന്ന് നമ്മുടെ ഗോളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നാം സഞ്ചരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എപ്പോഴും നല്ലവരായിരുന്നാൽ നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയവും സമ്പത്തും നിങ്ങൾക്ക് നഷ്ടമാവും. നിങ്ങൾ നല്ലവരാവാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഫാമിലി, സമ്പത്ത്, ടൈം, ഹാപ്പിനെസ് ഒന്നും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യരുത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരുന്നാൽ ഒരിക്കൽ നിങ്ങളെ നല്ലവരായി അംഗീകരിച്ച അതേ സമൂഹം തന്നെ നിങ്ങളെ മോശമായി ചിത്രീകരിക്കും. സോ നിങ്ങൾ ഒരിക്കലും നല്ലവരായി കാണിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ നല്ലവരാകാൻ ശ്രമിച്ചാൽ പലതും നിങ്ങൾക്ക് നഷ്ടമാകും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ടൈം ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല. നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിച്ച അതേ വ്യക്തികൾ തന്നെ നിങ്ങൾക്കെതിരെ മോശമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ മാനസികമായി ഒത്തിരി തകരും. സോ നിങ്ങൾ സമൂഹത്തിൽ കൈൻഡ് ആവുക, പ്രൊഫഷണൽ ലൈഫിൽ ഫെയർ ആവുക, ബിസിനസ് ലൈഫിൽ കോമ്പറ്റീറ്റീവ് ആവുക, അതോടൊപ്പം ഫാമിലി ലൈഫിൽ ലവബിൾ പേഴ്സണായി സ്വന്തം റെസ്പോൺസിബിലിറ്റീസ് മാത്രം നിർവഹിച്ച് മുന്നോട്ട് പോവുക. നമ്പർ 2, സ്റ്റേയിങ് ഇൻ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ഇല്ലാതെ സേഫ് ആയിട്ട് ഒരു കംഫർട്ട് സോണിലായിരിക്കുക എന്നതാണ്. പാരൻസ് നോക്കിക്കോളും, ഫ്രണ്ട്സ് നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ജോളിയായി ഇരിക്കുന്നതാണ് കംഫർട്ട് സോൺ. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല ചാലഞ്ചസുകളും നേരിടണം. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം കഴിച്ച് ജോളിയായി ഇരിക്കരുത്. നിങ്ങളുടെ പ്രായത്തിൽ കവിഞ്ഞ ചാലഞ്ചസുകളെ നേരിടാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ വിജയത്തെയോ തോൽവിയെ കുറിച്ചോർത്ത് വറീഡ് ആവാതെ അതിനെ മാക്സിമം തരണം ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ആ കുട്ടി വിജയിക്കാനും പരാജയപ്പെടുവാനും ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ആ കുട്ടി തന്റെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ കാണിച്ച ആ ധൈര്യം അപ്രീഷ്യബിൾ ആണ്. മറിച്ച് പരാജയപ്പെടുമെന്നോർത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ഇത് തന്നെയാണ് ബിസിനസ് മാറ്റേഴ്സിലും. ലോസ് ആവുമെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് വിജയം തീർച്ചയായും നേടാൻ സാധിക്കും. ഒരുപക്ഷെ ഫെയിലിയേഴ്സ് ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതെങ്കിലും തീർച്ചയായും ഒരു നാൾ നിങ്ങൾ സക്സസ്ഫുൾ ആവും. പക്ഷേ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സിൽ നിങ്ങൾ തളർന്നു പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കില്ല. മില്യണയർ ആവുന്നത് മാത്രമല്ല സക്സസ്. അങ്ങനെ ശ്രമിച്ചാൽ കാലം പോകും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. സോ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സേഫ് സോണിൽ നിന്നും പുറത്തു വന്ന് റിസ്ക് എടുക്കാൻ റെഡി ആവുക. നമ്പർ 3, ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളുടെ ഒരു എനിമി നിങ്ങളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ടോക്സിക് ഫ്രണ്ട് നിങ്ങളെ ഉപദ്രവിക്കും. ആർക്കെങ്കിലും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. എങ്ങനെയാണ് ഒരു എനിമിയേക്കാൾ ഒരു ടോക്സിക് ഫ്രണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെപ്പറ്റി നന്നായി അറിയും. നിങ്ങൾ ഏതിലാണ് വീക്ക് എന്നും അവർക്ക് നന്നായി അറിയും. നിങ്ങളെ നശിപ്പിക്കാനുള്ള കറക്റ്റ് ടൈം ഒരു എനിമിയേക്കാൾ നന്നായി ഒരു ടോക്സിക് ഫ്രണ്ടിന് അറിയാൻ സാധിക്കും. എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും നല്ല ലൈഫ് മൈൻഡഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ വിജയത്തിന് ഹെൽപ്പ് ചെയ്യുന്നവരെ ഫ്രണ്ടായി സെലക്ട് ചെയ്യുക. പക്ഷേ ഇതൊരു ടഫ് ടാസ്ക് ആണ്. എന്നാലും ഒരിക്കൽ നന്നായി അനലൈസ് ചെയ്ത് സെലക്ട് ചെയ്താൽ പിന്നീട് പ്രശ്നമേ ഉണ്ടാവില്ല. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ട്രാക്കിൽ ഒരു തരത്തിലുമുള്ള ബ്ലാക്ക് മാർക്സും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. കൂടെ നടന്ന് നിങ്ങളുടെ വീക്ക് പോയിന്റ്സും സ്ട്രോങ് പോയിന്റ്സും മനസ്സിലാക്കിയെടുത്ത് അവസരം വരുമ്പോൾ എല്ലാം മറന്ന് അവർ നിങ്ങൾക്ക് എതിരായി നിൽക്കും. സോ ഈ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ ചാനലിന് ഇപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 100 പേർ ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. വീഡിയോസ് അതിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നമ്പർ 4, ബീയിങ് ലേസി. നിങ്ങളുടെ വിജയത്തിന് തടസ്സമാകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ മടിയായിരിക്കും. നിങ്ങളൊരു നല്ല പൊസിഷനിലാണെങ്കിൽ കൂടി നിങ്ങളുടെ മടി നിങ്ങളെ പിന്നോട്ട് വലിക്കും. ഈ മടി മൂലം നിങ്ങളുടെ മുഴുവൻ എഫേർട്സും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഈ ലേസിനെസ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് ആ ദിവസം മുഴുവൻ നിലനിൽക്കും. ഇതൊരു സാധാരണ വിഷയമായി തോന്നാം. പക്ഷേ ഇതുമൂലം നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടമാവും. നിങ്ങളുടെ പങ്ക്ച്വാലിറ്റിയെ നശിപ്പിക്കും. നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും. വിജയം കൈവരിക്കാനുള്ള നിങ്ങളുടെ ദൂരം നീണ്ടുപോകും. ഒരാൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടമാവാനും ഇത് കാരണമാവും.
നിങ്ങൾ ടൈം എടുത്ത് ചെയ്ത നിങ്ങളുടെ എഫേർട്സിനെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. സോ ടൈം കീപ്പ് ചെയ്യാൻ നോക്കുക. എന്ത് കാര്യമായാലും തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക. മടി ഒരിക്കലും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ വഴിയൊരുക്കരുത്. നമ്പർ 5, നോട്ട് ഓണിങ് യുവർ മിസ്റ്റേക്സ്. നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാറില്ല എന്ന് കാണിക്കുവാനാണ് നമ്മൾ ശ്രമിക്കാറ്. പക്ഷേ അത് ശരിയല്ല. നിങ്ങളൊരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ മിസ്റ്റേക്സ് വരുന്നത് സ്വാഭാവികമാണ്. ആ സമയത്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാതിരിക്കുന്നതും ശരിയല്ല. അബ്ദുൽ കലാം സാർ ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റോക്കറ്റ് ലോഞ്ച് ഫെയിലിയർ ആയാൽ അദ്ദേഹത്തിന്റെ ബോസ് സതീഷ് ധവാൻ മറ്റാരെയും പഴിചാരാതെ അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും സ്വന്തമായി ഏറ്റെടുക്കും. മറിച്ച് ഒരു വിജയമാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് സ്വന്തമായി എടുക്കാതെ ടീമിന്റെ സക്സസ് ആയി കാണും. സോ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് സ്വന്തമായി ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അതിലാണ് നിങ്ങളുടെ വിജയം. ചെയ്ത തെറ്റുകളെ കുറിച്ച് ന്യായീകരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കില്ല. നമ്പർ 6, പ്രൊക്കാസ്റ്റിനേറ്റിംഗ്. നിങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ പതിയെ നിങ്ങൾ മടിക്ക് അടിമയാവും. കുറച്ചു സമയത്തെ സുഖത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെയാണ് അടിച്ചമർത്തുന്നത്. കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് എല്ലാം മാറി മറയും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചാൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എപ്പോൾ ചെയ്യും? ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ പുറകെ സഞ്ചരിച്ച പലരും നിങ്ങൾക്ക് മുന്നേ പോകും. അതുവഴി നിങ്ങളുടെ ബിസിനസ്സും പിന്നിലേക്കാവും. 90% ആളുകളും ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർത്തു കഴിഞ്ഞ് പിന്നെയും കിട്ടുന്ന ഫ്രീ ടൈം ആരും യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം ചെയ്യുന്നതാണ് ഉത്തമം. നമ്മുടെ ഈ ചാനൽ അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ തുടങ്ങിയതാണ്. കണ്ടന്റ് ഇല്ല, ക്യാഷ് ഇല്ല, എഡിറ്റർ ഇല്ല എന്നൊന്നും പറഞ്ഞ് സമയം കളയാതെ ആ നിമിഷം എന്തുണ്ടോ അത് വെച്ചാണ് ഈ ചാനൽ ആരംഭിച്ചതിന് ശേഷമാണ് പലതും കൈവന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്പർ 7, ഈറ്റിംഗ് ജങ്ക് ഫുഡ്. നിങ്ങളുടെ മനസ്സ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഹെൽത്തും. ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിലോട്ട് പോകുവാൻ സാധിക്കൂ. അൺഹെൽത്തി ആയ ഒരാൾക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല. സോ അവോയ്ഡ് ജങ്ക് ഫുഡ് ആൻഡ് ഡു റെഗുലർ എക്സസൈസ്. ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി നടക്കുവാൻ ശ്രമിക്കണം. ഒരു വാക്കിന് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുപാട് അനലൈസ് ചെയ്യുവാൻ സാധിക്കും. ആ ടൈമിലാണ് നിങ്ങൾ നിങ്ങളോട് ഒത്തിരി ക്ലോസ് ആവുന്നത്. സോ നിങ്ങൾ ഹെൽത്തി ഫുഡ്സ് കഴിച്ച് എക്സസൈസും ചെയ്ത് ഹെൽത്തി ആയിരിക്കുക. നമ്പർ 8, ഓൾവേസ് അൺസാറ്റിസ്ഫൈഡ്. ഈ ലോകത്തിൽ ആരും സാറ്റിസ്ഫൈഡ് അല്ല. ഇനിയും വേണം, ഇതിനേക്കാൾ കൂടുതൽ വേണമെന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന നെഗറ്റീവ് മൈൻഡുമായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. അതുവഴി നിങ്ങളുടെ പിന്നീടുള്ള ജീവിതത്തിൽ ഫുൾ ഓഫ് ഫ്രസ്ട്രേഷൻസ് ആൻഡ് വറീസ് ആയിരിക്കും. സോ നിങ്ങൾക്കുള്ളത് കൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കുവാൻ പരിശ്രമിക്കുക. നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യുക. അത്യാഗ്രഹം ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളുടെയും സൗകര്യങ്ങളുടെയും 10% പോലും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിൽ പലരും തനിക്ക് കിട്ടിയത് വെച്ച് സന്തോഷമായി ജീവിക്കുന്നുണ്ട്. എപ്പോഴും ഉള്ളത് വെച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതിൽ സാറ്റിസ്ഫൈഡ് ആവുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പകുതിയിലേറെ പ്രശ്നങ്ങളും സോൾവ് ആവും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 8 ഹാബിറ്റ്സും ഉപേക്ഷിച്ച് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നിങ്ങളെ തേടിയെത്തും. ഇനി ഇതുപോലത്തെ 1000 വീഡിയോസ് കണ്ടാലും നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കില്ല. ഇതൊന്നും ഫോളോ ചെയ്യാതെ വെറുതെ മോട്ടിവേഷൻ വീഡിയോസ് മാത്രം കാണുന്നത് ടൈം വേസ്റ്റ് ആണ്. സോ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, ലവ് ചെയ്യുക. ബീയിങ് എ നൈസ് ഗായ്, സ്റ്റേയിങ് ഇൻ കംഫർട്ട് സോൺ, ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്, ബീയിങ് ലേസി, നോട്ട് ഓണിങ് യുവർ മിസ്റ്റേക്സ്, പ്രൊക്കാസ്റ്റിനേറ്റിംഗ്, ഈറ്റിംഗ് ജങ്ക് ഫുഡ്, ഓൾവേസ് അൺസാറ്റിസ്ഫൈഡ്. ഈ 8 കാര്യങ്ങളും മനസ്സിൽ വെച്ച് ഇതിനെയെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. ഇപ്പം മുതലേ ഇതിനു വേണ്ടി പരിശ്രമിച്ചു തുടങ്ങുക. ഓക്കെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്